ഹായ്, നമസ്കാരം. എല്ലാവർക്കും റൈറ്റേഴ്സ് ഐഎസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ന്യൂസ് പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പത്രം എന്ന് പറയുന്നത് ദ ഹിന്ദു ആണ്. ഓക്കെ, നമ്മൾ 28/6/2024 പബ്ലിഷ് ചെയ്ത ഹിന്ദു ന്യൂസ് പേപ്പറാണ് നമ്മളിന്ന് അനാലിസിസ് നോക്കുന്നത്. നമുക്ക് ഇവിടെ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി വരുന്ന ദിവസങ്ങളിൽ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ന്യൂസ് പേപ്പറിലെ കറണ്ട് അഫയേഴ്സ് അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വാർത്തകൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി പോവാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ന്യൂസ് പേപ്പർ അനാലിസിസ് സെഷനിലെ ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പൊ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ പത്രം നമ്മൾ അനലൈസ് ചെയ്തിട്ട് മാക്സിമം അന്നത്തെ ദിവസം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം കൂടുതൽ നമുക്ക് വീഡിയോയിലൂടെ സംസാരിക്കാം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇത്രയുള്ള എനിക്ക് പറയാം, ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം, കൂടുതൽ സമയം കളയുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പേജ് 1 ഒരു ന്യൂസ് നമ്മൾ നോക്കുന്നത്. അപ്പം ഞാൻ ഈ പത്രത്തിന്റെ കട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. കട്ടിങ്ങും പിന്നെ കുറച്ച് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത്. ഈ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നമുക്ക് വായിക്കുന്ന വാർത്തയില് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമുക്ക് മുൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്ന പേജ് 1 ന്യൂസ് ആണ്. ഒന്നാമത്തെ പേജിലെ ഒരു വാർത്തയാണ് നോക്കുന്നത്. ഇവിടെ ഈ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമു, അദ്ദേഹം അവര് ഒരു പാർലമെന്റിൽ ഒരു സ്പീച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇത്. അപ്പം അതിന്റെ ടൈറ്റിൽ ഇതാണ്: പ്രസിഡന്റ് ഫ്ലാഗ്സ് നീറ്റ് മെൻഷൻസ് എമർജൻസി ഇൻ പാർലമെന്റ് സ്പീച്ച്. ഒരു പാർലമെന്റ് സ്പീച്ച് നടത്തി അതിനകത്ത് നീറ്റ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഈ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഒരു കോൺട്രവേഴ്സി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഈ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു ക്രമക്കേട്, പരീക്ഷ നടത്തിപ്പിലുണ്ടായ ഒരു വലിയൊരു വൻ വീഴ്ചയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ദ്രൗപദി മുർമു പാർലമെന്റിൽ സംസാരിച്ചത്. അപ്പൊ നമുക്ക് ന്യൂസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇൻ ഹെർ ഫസ്റ്റ് അഡ്രസ് ടു പാർലമെന്റ് സിൻസ് ലോക്സഭ ഇലക്ഷൻ റിസൾട്ട് വേർ അനൗൺസ്ഡ്, പ്രസിഡന്റ് ദ്രൗപദി മുർമു ആസ്ക്ഡ് എംപീസ് ടു റൈസ് അബവ് പാർട്ടിസാൻ പൊളിറ്റിക്സ് വിത്ത് റിഗാർഡ് ടു ദ റോ ഓവർ പേപ്പർ ലീക്സ് ഇൻ ദ എക്സാമിനേഷൻസ് ഫോർ ദ മെഡിക്കൽ കോളേജ് അഡ്മിഷൻസ് ആൻഡ് ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ്. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളു പറഞ്ഞിരിക്കുന്നത്. ലോക്സഭയിൽ നമ്മുടെ പ്രസിഡന്റ് സംസാരിക്കുകയാണ്. സംസാരിച്ച വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുണ്ടായ ഒരു ചോർച്ചയും ആ ഒരു പ്രശ്നത്തെ നമ്മൾ ലോകസഭയിൽ അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റിലെ മെമ്പേഴ്സ് എല്ലാം കൂടി ഒരു രാഷ്ട്രീയവും നോക്കാതെ മൊത്തത്തിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നിട്ട് ബയാസ്ഡ് ആയിട്ട് ചിന്തിക്കാതെ എല്ലാവരും കൂടെ ഈ ഒരു നടപടിക്കെതിരെ ഉള്ള ഒരു മുന്നൊരുക്കം നമ്മൾ എല്ലാവരും ചെയ്യണം എന്നുള്ളൊരു ആഹ്വാനമോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ രീതിയിലാണ് പ്രസിഡന്റ് സംസാരിച്ചത്. കൂടാതെ ദ യൂണിയൻ ഗവൺമെന്റ് ഈസ് ഫുള്ളി കമ്മിറ്റഡ് ടു ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ ഇഷ്യൂസ് ആൻഡ് പണിഷിംഗ് ദ ഗിൽറ്റി, ഷീ സെഡ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ യൂണിയൻ ഗവൺമെന്റ്, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു വിഷയത്തെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിലെ തെറ്റുകാരാരൊക്കെയാണെങ്കിലും കൃത്യമായിട്ടുള്ള ശിക്ഷ നമ്മൾ നൽകും എന്നും കൂടി പ്രസിഡന്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ പ്രസിഡന്റ് സ്പീച്ച് എന്താണ് സംസാരിച്ചെന്നുള്ളതിന്റെ ഒരു ഏകദേശ രൂപം ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്കിനി മനസ്സിലാക്കേണ്ടത് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു ആളെ കുറിച്ച് ഇതിനകത്ത് മെൻഷനിങ് വന്നിട്ടുണ്ട് അല്ലെ. അപ്പം നമുക്ക് പ്രസിഡന്റിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് ഇന്ത്യൻ പൊളിറ്റി ഭാഗത്തു നിന്ന് കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ്. ഓക്കെ, പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നത് പ്രസിഡന്റ് ഈസ് ദ ഹയസ്റ്റ് ഓഫീസ് ഓഫ് ദ ലാൻഡ്. പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ പ്രസിഡന്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന ഓഫീസർ, ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരാളാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതായത് നമ്മുടെ ഭരണഘടനാ ചട്ടക്കൂടിനകത്തിലാണ് ഈ പ്രസിഡന്റിന്റെ സ്ഥാനം വളരെ വലുതാണ്, ഏറ്റവും പവർഫുൾ ആണ്, അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ ദ ഓഫീസ് ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹാസ് ബീൻ എൻവിസേജ്ഡ് ആസ് ദ ഹെഡ് ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്. നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഹെഡ് എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, പ്രഥമ പൗരൻ അല്ലെങ്കിൽ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് പ്രസിഡന്റ് ആണ്. ദ ടൈറ്റുലാർ നോമിനൽ ഓർ ഡി ജുവർ ഹെഡ് ഓഫ് ദ യൂണിയൻ എക്സിക്യൂട്ടീവ്. അതുപോലെ തന്നെ ടൈറ്റുലാർ ഹെഡ് എന്നും അല്ലെങ്കിൽ നോമിനൽ ഹെഡ്, ഡി ജുവർ ഹെഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? പ്രസിഡന്റിനെയാണ്. ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ ഇന്ത്യൻ ആംഡ് ഫോഴ്സ്, നമ്മുടെ രാജ്യത്തിന്റെ സായുധ സേനയുടെ, ഇന്ത്യൻ ആംഡ് ഫോഴ്സിന്റെ കമാൻഡർ ഇൻ ചീഫ് എന്നറിയപ്പെടുന്നത്, ഓക്കെ, അതിന്റെ സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. അപ്പം ഇത്രയാണ് പ്രസിഡന്റിനെ കുറിച്ചുള്ള ഒരു വിശേഷണങ്ങൾ. ഇതിനകത്ത് ഈ ഡി ജുവർ ഹെഡ് എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ ആ ഒരു ചോദ്യം മുൻപ് വന്നിട്ടുള്ളതാണ്.
അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹയസ്റ്റ് ഓഫീസാണ്. കൂടുതലും പ്രസിഡന്റിന്റെ കുറച്ച് വിശേഷങ്ങളുണ്ട്. ഹെഡ് ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നു, ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു, ടൈറ്റിലാർ ഹെഡ്, നോമിനൽ ഹെഡ്, അതുപോലെ ഡിജുവർ ഹെഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നതും പ്രസിഡന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത നോക്കാം. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആണ്. അതായത് നമുക്ക് ഭരണഘടനയിൽ പ്രസിഡന്റിനെ കുറിച്ച് എവിടെയാണ് പ്രതിപാദ്യം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആർട്ടിക്കിൾ 52 മുതൽ 78 വരെ പാർട്ട് 5 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില് 5ാമത്തെ ഭാഗത്ത് പാർട്ട് 5 ആർട്ടിക്കിൾ 52 മുതൽ 78 വരെ പ്രതിപാദിച്ചിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? യൂണിയൻ എക്സിക്യൂട്ടീവ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 52 മുതൽ 78 വരെ പ്രതിപാദിച്ചിട്ടുള്ളത്. ആ ഭാഗങ്ങളിലാണ് ആരെക്കുറിച്ചും പറയുന്നത്? പ്രസിഡന്റിനെ കുറിച്ചും പറയുന്നത്. ഓക്കെ, അപ്പൊ എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പൊ വരുന്ന ഇനി ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. ജസ്റ്റ് നമുക്ക് പ്രസിഡന്റിനെ കുറിച്ചൊരു ഓവറോൾ ഐഡിയ ആണ് നമുക്ക് തരുന്നത്. അപ്പൊ പ്രസിഡന്റിനെ കുറിച്ച് ഭരണഘടനയിൽ എവിടെ പ്രതിപാദിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണഘടനയിൽ പാർട്ട് 5 ആർട്ടിക്കിൾ 52 മുതൽ 78 വരെ പ്രസിഡന്റിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. Okay. അടുത്തത് the constitutional provisions mentioned under these articles deal with the matters related to election, qualifications, impeachment, powers and functions and other aspects related to the office of the President of India. പിന്നെ എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം പ്രസിഡന്റിന്റെ ഇലക്ഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അടുത്ത ക്വാളിഫിക്കേഷൻ, ആരായിരിക്കണം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംപീച്ച്മെന്റ്, ഒരു പ്രസിഡന്റിനെ നമുക്ക് പുറത്താക്കണമെന്നുണ്ടെങ്കിലുള്ള ഒരു രീതിയാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് ഇംപീച്ച്മെന്റ്, അതിന്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറയാനുണ്ട്. അടുത്ത പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, അദ്ദേഹത്തിന്റെ പ്രസിഡന്റിന്റെ അധികാരങ്ങളും അല്ലെങ്കിൽ ഡ്യൂട്ടീസിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇത്രയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്ന് പറയുന്ന ഭാഗത്ത് 52 മുതൽ 78 വരെ ആർട്ടിക്കിളിൽ യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതില് പ്രസിഡന്റിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഇത്രയുമാണ്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് ദി പ്രസിഡന്റിന്റെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്കറിയാം ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്ന ഒരു മേഖല പാർലമെന്റ് ആണ് ശരിക്കും നമ്മുടെ ലെജിസ്ലേറ്റീവ് ഓർഗൻ ഓഫ് ദ കൺട്രി എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന്റെ ലെജിസ്ലേറ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്? പാർലമെന്റ് ആണ്. കാരണം പാർലമെന്റിലാണ് നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്, അല്ലെ? അപ്പൊ പാർലമെന്റിന് വലിയൊരു റോളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന പ്രസിഡന്റിന്റെ നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The president can summon or prorogue the parliament and dissolve Lok Sabha. അപ്പോൾ പ്രസിഡന്റിന് ഉള്ള അധികാരമാണ് പ്രസിഡന്റ് ക്യാൻ സമ്മൺ ഓർ പ്രൊറോഗ്. അതായത് പ്രസിഡന്റിന് പാർലമെന്റ് വിളിച്ചു ചേർക്കാനും അതുപോലെ തന്നെ ലോകസഭ ഡിസോൾവ് ചെയ്യാനുമുള്ള ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ പ്രസിഡന്റിന് പാർലമെന്റ് വിളിച്ചു ചേർക്കാം, അതുപോലെ ലോകസഭ ഡിസോൾവ് ചെയ്യുകയും ചെയ്യാം. ഹി ക്യാൻ ഓൾസോ സമ്മൺ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് ദ പാർലമെന്റ് വിച്ച് ഈസ് പ്രിസൈഡഡ് ഓവർ ബൈ ദ സ്പീക്കർ ഓഫ് ദ ലോക്സഭ. അതുപോലെ തന്നെ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും? രാജ്യസഭയും ലോകസഭയും ചേർന്നിട്ടൊരു ജോയിന്റ് സിറ്റിംഗ് സമ്മൺ ചെയ്യാൻ പറ്റും. അതും പ്രസിഡന്റിന്റെ ഒരു പവറാണ്. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റിന് പാർലമെന്റിനെ സമ്മൺ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ലോകസഭയും രാജ്യസഭയും ചേരുന്ന ഒരു ജോയിന്റ് സിറ്റിംഗും പ്രസിഡന്റിന് കൊണ്ടുവരാൻ പറ്റും. He can address the parliament at the commencement of the first session after each general election. അതുപോലെ തന്നെ ഒരു ജനറൽ ഇലക്ഷന് ശേഷം ഒരു പൊതുതെരഞ്ഞെടുപ്പ് നടന്ന് പുതിയൊരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നു, അന്നേരമുള്ള പാർലമെന്റിന്റെ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത്, ആ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് അഡ്രസ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്. So he can address the parliament at the commencement of the first session after each general election. അപ്പൊ അതാണല്ലോ നമ്മൾ കുറച്ചു മുമ്പ് ന്യൂസിനകത്ത് കണ്ടത്. അപ്പൊ നമുക്ക് നമ്മളുടെ ഇലക്ഷൻ റിസൾട്ട് എല്ലാം വന്നു, ജനുവരി 4-ാം തീയതി വന്നു. അതിനുശേഷം ആരാണ് അധികാരത്തിലെത്തുന്നത് നമുക്കറിയാം. അതിനുശേഷം പാർലമെന്റ് വരുന്നു, പാർലമെന്റില് എംപിമാരെല്ലാരും വരുന്നു. ആ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് അഡ്രസ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ ദ ഫസ്റ്റ് സെഷൻ ഓഫ് ഈച്ച് ഇയർ, അതുപോലെ തന്നെ ഓരോ വർഷം തുടങ്ങുമ്പോഴും ആദ്യത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നതും ആരാണ്? അഡ്രസ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്. ഈ ഇയർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ അല്ല, നമ്മുടെ നോർമൽ ഇയർ ആണ്, ജനുവരി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രസിഡന്റിനെ കുറിച്ചും പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട അധികാരങ്ങളും അതിന്റെ ലെജിസ്ലേറ്റീവ്
പവേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത് ഈ ഒരു പോയിന്റ് ഒക്കെ നമുക്ക് ഇതിനു മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഈ ജോയിന്റ് സിറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മുൻ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്ത ന്യൂസിലേക്ക് പോവാണ്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഒരു മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. ഒരു മീറ്റിംഗ്. ഓക്കെ, ആ മീറ്റിംഗിനകത്ത് ആരൊക്കെ പങ്കെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യത്തിന്റെ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള എസ് ജയശങ്കർ. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ആളെന്ന് പറയുന്നത് മ്യാൻമാറിന്റെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള യു താൻ ഷു. അപ്പം ആരൊക്കെയാണ് ഈ മീറ്റിംഗ്, ഒരു മീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്ന ന്യൂസ് എന്ന് പറയുന്നത്, ആ മീറ്റിംഗിൽ പങ്കെടുത്തത് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള എസ് ജയശങ്കറും അതുപോലെ തന്നെ മ്യാൻമാറിന്റെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള യു താൻ ഷു ആണ്. ഓക്കെ, ഇവര് മീറ്റിംഗിൽ പങ്കെടുത്തു. ഇവര് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവർ ഡിസ്കസ് ചെയ്ത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ deep concern at the impact of continuing violence and instability in Myanmar on our border. ഇന്ത്യയുടെയും മ്യാൻമാറിന്റെയും ബോർഡറിൽ നടക്കുന്ന ഇൻസ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വയലൻസിനെ കുറിച്ചാണ് അവർ ചർച്ച ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ പർട്ടിക്കുലർലി ഫ്ലാഗ്ഡ് ഇല്ലീഗൽ നാർക്കോട്ടിക്സ്. ഓക്കെ, അതുപോലെ തന്നെ ആംസ് സ്മഗ്ലിംഗ്, ആയുധക്കടത്ത്, അതുപോലുള്ള ട്രാഫിക്കിംഗ്. ഓക്കെ, ട്രാഫിക്കിങ്ങിനെ കുറിച്ച് സംസാരിച്ചു, ഇല്ലീഗൽ നാർക്കോട്ടിക്സിനെ കുറിച്ച് സംസാരിച്ചു, അതുപോലെ തന്നെ ഈ ആയുധങ്ങള് ഇല്ലീഗലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ കൊണ്ടുപോകുന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മീറ്റിംഗിൽ സംസാരിച്ചത്. ഓക്കെ, പിന്നെ ഇതിനകത്തൊരു മെൻഷൻ ഉണ്ട്. അതായത് ഇവിടെ 19th ഏഷ്യ കോഓപ്പറേഷൻ ഡയലോഗ് എന്ന് പറയുന്ന ഒരു മെൻഷൻ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ഇപ്പൊ 19ാമത്തെ ഏഷ്യ കോഓപ്പറേഷൻ ഡയലോഗ് എന്ന് പറയുന്ന ഒരു മീറ്റിംഗിൽ ന്യൂസിന്റെ ഒരു അതിനകത്ത് എങ്ങനെ ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഏഷ്യൻ കോഓപ്പറേറ്റീവ് ഡയലോഗിന് വേണ്ടി സഞ്ചരിച്ചിരുന്ന അല്ലെങ്കിൽ അതിന് പോയിരുന്ന മ്യാൻമാർ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള യു താൻ ഷു ഡൽഹിയിൽ വന്നപ്പോഴാണ് ആരെ മീറ്റ് ചെയ്യുന്നത്? എസ് ജയശങ്കറിനെ മീറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് അവർ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഏഷ്യ കോഓപ്പറേഷൻ ഡയലോഗ് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഏഷ്യ കോഓപ്പറേഷൻ ഡയലോഗ് അപ്പൊ നമുക്ക് നോക്കാം. ഏഷ്യ കോഓപ്പറേഷൻ ഡയലോഗ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് ആൻ ഇന്റർ ഗവൺമെന്റൽ ഫോറം ഇൻ 2002. അപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു ഇന്റർ ഗവൺമെന്റൽ ഫോറമാണ്. അതായത് ഒന്നിലധികം രാജ്യങ്ങളുടെ ഗവൺമെന്റ് ചേർന്നിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ് ഏഷ്യ കോഓപ്പറേഷൻ ഡയലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിലവിൽ വരുന്നത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് 2002-ലാണ്. ഓക്കെ, ഇതിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഷ്യൻ കൺട്രീസ് ആണ് ഇതിനകത്ത് വരുന്നത്. കാരണം ഏഷ്യ കോഓപ്പറേഷൻ ഡയലോഗ് എന്നാണല്ലോ, അപ്പം ഏഷ്യൻ രാജ്യങ്ങളായിരിക്കുമല്ലോ. ആൻഡ് ഇംപ്രൂവ് ദ കോമ്പറ്റിറ്റീവ്നെസ് ഓഫ് ഏഷ്യ അറ്റ് ദ ഗ്ലോബൽ ലെവൽ. നമ്മുടെ ഏഷ്യ എന്ന് പറയുന്ന കോണ്ടിനെന്റിന്റെ കോമ്പറ്റിറ്റീവ്നെസ് ലോകത്തിലാകമാനം ഒന്ന് വികസിപ്പിച്ചെടുക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തില് ഏഷ്യൻ രാജ്യങ്ങളിലെ ഗവൺമെന്റുകൾ ചേർന്നിട്ട് കൂടുന്ന ഒരു മീറ്റിംഗ് ആണ് ഏഷ്യ കോഓപ്പറേഷൻ ഡയലോഗ് എന്ന് പറയുന്നത്. ഇത് ACD, അതായത് ഏഷ്യ കോഓപ്പറേഷൻ ഡയലോഗ് ഇനാഗുറേറ്റഡ് ഇൻ 2002 ബൈ തായ്ലൻഡ്. തായ്ലൻഡിലാണ് ഇത് 2002 ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. വിത്ത് 35 മെമ്പർ കൺട്രീസ്, ദ ഫോറം ഹാസ് ദ ഹൈയസ്റ്റ് നമ്പർ ഓഫ് അറ്റൻഡീസ് ഇൻ ഏഷ്യ. 35 മെമ്പർ നേഷൻസ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ അറ്റൻഡീസ് പങ്കെടുക്കുന്ന ഒരു ഫോറം കൂടിയാണ് ദ ഏഷ്യ കോഓപ്പറേഷൻ ഡയലോഗ് എന്ന് പറയുന്നത്. ഇനി എന്തിനിവര് കൂടിച്ചേരുന്നു, എന്തിനാണ് ഇവർ കണ്ടുമുട്ടുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പ്രൊമോട്ടിംഗ് അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം മനസ്സിലാക്കുക, ഓരോ രാജ്യങ്ങളുടെ അവസ്ഥകളെ കുറിച്ച് മനസ്സിലാക്കുക, മ്യൂച്വൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക ആൻഡ് മ്യൂച്വൽ ഇൻട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. പിന്നെ കൂടാതെ ഗ്ലോബൽ ചാലഞ്ചസ്, ലോകത്ത് നടക്കുന്ന പല പ്രശ്നങ്ങൾക്കും നമ്മളുടെ രീതിയിലുള്ള ഒരു സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞൊരു പ്രശ്നം വരുമ്പോൾ അതൊരു ഗ്ലോബൽ ചാലഞ്ച് ആണ് അല്ലെ, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ആവാം. ഇല്ലെങ്കിൽ ഗ്ലോബൽ ടെററിസത്തെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ആവാം. അല്ലെങ്കിൽ ക്രോസ് ബോർഡർ അതുപോലെ തന്നെ നാർക്കോട്ടിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ബോർഡർ ഇഷ്യൂസിനെ കുറിച്ചും ആകാം, ബോർഡർ വയലൻസിനെ കുറിച്ചാവാം. അങ്ങനെ ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇന്റർ ഗവൺമെന്റൽ ഫോറമാണ് ദ ഏഷ്യ കോഓപ്പറേഷൻ ഡയലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോവാം. അടുത്തെന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് ടു സ്റ്റഡി a risk posed by 13 glacial lakes during monsoon.
ഇത് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അവരൊരു പഠനം നടത്താൻ പോവാണ്. എന്തിനെ കുറിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ റിസ്കി ആയിട്ടുള്ള 13 ഗ്ലേഷ്യൽ ലേക്കുകളെ കുറിച്ചുള്ളതാണ് പഠനം നടത്താൻ പോകുന്നത്. കാരണം ഈ ഗ്ലേഷ്യൽ ലേക്കുകളിൽ ഈ മഴക്കാലത്തുണ്ടാകുന്ന ഔട്ട് ബേസ്റ്റ് അപകടങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതിനെ കുറിച്ച് ഒരു പഠനം നടത്താൻ വേണ്ടിയിട്ട് ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് തയ്യാറെടുക്കുന്നു എന്നാണ് ന്യൂസ്. അപ്പൊ നമുക്ക് ന്യൂസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. വിത്ത് ദ മൺസൂൺ സെറ്റിംഗ് ഇൻ ദ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിന്റെ ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് അവരൊരു വൾണറബിലിറ്റി സ്റ്റഡി നടത്താൻ പോവാണ്. 13 ഗ്ലേഷ്യൽ ലേക്സ്, 5 ഓഫ് ദം ഇൻ ദ ഹൈ റിസ്ക് സോൺ ഫ്രം ജൂലൈ. അതായത് 13 ഗ്ലേഷ്യൽ ലേക്കുകളെ കുറിച്ചും അതിൽ തന്നെ ഈ 13 തന്നെ 5 വളരെ പ്രശ്നകാരിയായിട്ട് നിൽക്കുന്ന 5 ലേക്സുകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം നടത്താൻ പോവാണ് ഈ വരുന്ന ജൂലൈയിൽ. അതാണ് എന്താ പറയുന്നത് ഈ ന്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ ദ സ്റ്റഡി എയിംസ് ടു പ്രൊവൈഡ് ഡേറ്റ ടു ഹെൽപ്പ് അവോയ്ഡ് കലാമിറ്റീസ് സച്ച് ആസ് ലേക്ക് ഔട്ട് ബേസ്റ്റ്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയാണ് ഈ പഠനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പഠനത്തിലൂടെ ലഭിക്കുന്ന ഡേറ്റ ഉപയോഗിച്ച് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ പറയുന്ന ലേക്ക് ഔട്ട് ബേസ്റ്റ് ഉണ്ടാകുന്നതിനെ കുറിച്ചും അത് തടയപ്പെടേണ്ടതിനെ കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പഠനം നടത്തുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു ഹിസ്റ്ററി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ആ ഹിസ്റ്ററിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഗ്ലേഷ്യൽ ലേക്ക് എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഈ ഗ്ലേഷ്യൽ ലേക്ക് എന്ന് പറയുമ്പോൾ ഈ ഗ്ലേഷ്യൽ ലേക്ക് ഈസ് എ ബോഡി ഓഫ് വാട്ടർ ദാറ്റ് ഫോംസ് ആസ് എ റിസൾട്ട് ഓഫ് ഗ്ലേഷ്യർ ആക്ടിവിറ്റി. ഒരു ഗ്ലേഷ്യർ ആക്ടിവിറ്റിയിലൂടെ ഉണ്ടാകുന്ന ഫോം ചെയ്യപ്പെടുന്ന എന്താണ് മഞ്ഞുരുകിയിട്ട്, ഇപ്പൊ നമ്മുടെ ഹിമാലയത്തിലാണെങ്കിൽ ശരി, ഹില്ലി ഏരിയയിലെ ഹിമാനികൾ എന്ന് പറയുന്ന ഐസ്ബർഗുകൾ അല്ലെ, ഹിമാനികൾ അല്ലെങ്കിൽ ഗ്ലേഷ്യർ, ഈ ഗ്ലേഷ്യറിൽ അതിനകത്ത് ഉരുകിയിട്ട് ഉണ്ടാകുന്ന നദികളെയാണ് അല്ലെങ്കിൽ തടാകങ്ങളെയാണ് നമ്മൾ ഗ്ലേഷ്യർ ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദേ ക്യാൻ ഫോം ഇൻ ഫ്യൂ വേസ് ഇൻക്ലൂഡിങ് ഗ്ലേഷ്യർ റിട്രീറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതായത് ഒരു വെൻ എ ഗ്ലേഷ്യർ മെൽറ്റ് ആൻഡ് റിട്രീറ്റ്സ് ഇറ്റ് ലീവ്സ് ബിഹൈൻഡ് എ ഹോൾ ദാറ്റ് ഫിൽസ് വിത്ത് മെൽറ്റ് വാട്ടർ. ഓക്കെ, ഒരു ഗ്ലേഷ്യർ അല്ലെങ്കിൽ ഹിമാനി ചൂട് പിടിച്ചു കഴിഞ്ഞിട്ട് അത് പിൻവാങ്ങുമ്പോഴത്തേക്ക് വലിയൊരു ഹോള് പോലെ സൃഷ്ടിക്കപ്പെടുന്നു. ഈ ഹോളിൽ വെള്ളം നിറയുന്നു. ഓക്കെ, ഇങ്ങനെയും നമുക്ക് എന്തുണ്ടാകാം? ഗ്ലേഷ്യർ ലേക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ ഗ്ലേഷ്യർ ഡാമിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. When a glacier moves down a valley and blocks a river, the river water accumulates behind the glacier, forming a lake. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലേഷ്യർ നമുക്ക് മൂവ് ചെയ്ത് വരികയാണ്. അതൊരു റിവറിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഗ്ലേഷ്യർ റിവറിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്ലേഷ്യറിന്റെ ഈ ഭാഗത്ത് അടിഞ്ഞുകൂടുന്ന വെള്ളം എന്തായിട്ട് മാറുന്നു? ഒരു ഗ്ലേഷ്യർ ലേക്കായിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ ഇതാണ് ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. ഇത് റിവർ, ഈ റിവറിനെ ബ്ലോക്ക് ചെയ്തപ്പോൾ ഈ ഭാഗത്ത് വെള്ളം അടിഞ്ഞുകൂടിയിട്ട് എന്തായിട്ട് മാറുന്നു? ഒരു ഫോമിങ് എ ലേക്ക്. അടുത്ത നാച്ചുറൽ ഡാംസ്. വെൻ ഗ്ലേഷ്യർ മൂവ് ദേ ക്യാൻ ക്രിയേറ്റ് നാച്ചുറൽ ഡാംസ് മെയ്ഡ് ഓഫ് ഐസ് ആൻഡ് ടെർമിനൽ മൊറൈസ്. ഓക്കെ, അതും ഇതുപോലെ തന്നെയാണ്. നാച്ചുറൽ ഡാംസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഗ്ലേഷ്യർ മൂവ് ചെയ്യുമ്പോൾ നാച്ചുറൽ ഡാംസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഗ്ലേഷ്യർ ലേക്സ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗ്ലേഷ്യർ ലേക്സിന്റെ പ്രശ്നം ഇനി വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഇതിന്റെ ഔട്ട് ബേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലേഷ്യർ ലേക്ക് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയൊരു മലയും ഒക്കെ നിന്നിട്ട് ഇവിടെ ഒരു ഗ്ലേഷ്യർ ലേക്ക് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് മൺസൂണിന്റെ വരവോട് കൂടി ഇത് ബ്രേക്കായിട്ട് ഈ ലേക്ക് ഫുള്ള് ബ്രേക്കായിട്ട് ഒഴുകി താഴേക്ക് വരുന്നു. അപ്പൊ താഴെയുള്ള പ്രദേശങ്ങളെ മുഴുവൻ ഈ വരുന്ന വെള്ളം നശിപ്പിക്കും. ഓക്കെ, അതാണ് ഗ്ലേഷ്യർ ലേക്ക് ഔട്ട് ബേസ്റ്റ് എന്ന് പറയുന്നത്. ഗ്ലേഷ്യർ ലേക്ക് ഔട്ട് ബേസ്റ്റ്. ആ ഔട്ട് ബേസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് ഒരു പഠനം നടത്താൻ പോകുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിനു മുമ്പ് ഈ ഗ്ലേഷ്യർ ലേക്ക് വഴി എന്തെങ്കിലും അപകടം നടന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളുക. ഓക്കെ, 2 മേജർ ഗ്ലേഷ്യർ ലേക്ക് ഔട്ട് ബേസ്റ്റ് ഫ്ലഡ്സ് ടുക്ക് പ്ലേസ് ഇൻ ഉത്തരാഖണ്ഡ് ഇൻ ദ പാസ്റ്റ് ഡെക്കേഡ്. കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലേഷ്യർ ലേക്ക്, അതായത് മഞ്ഞുരുകി ഉണ്ടായ ഈ നദി കാരണം ഫ്ലഡിങ് ഉണ്ടായിട്ടുണ്ട്, വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 2 പ്രാവശ്യം. അത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, ദ ഫസ്റ്റ് വാസ് അറ്റ് ദ കേദാർനാഥ് വാലി. ഓക്കെ, ആദ്യം നടക്കുന്നത് എവിടെയാണ്? കേദാർനാഥ് വാലിയിലാണ് ആദ്യം ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇൻ ജൂൺ 2013, 2013 ജൂണില്
ഈ പറയുന്ന പോലെ എന്ത് സംഭവിക്കുന്നു? കേദാർനാഥ് വാലിയിൽ നമ്മുടെ ഗ്ലേഷ്യർ ലേക്ക് സ്ഥിതി ചെയ്യുന്നു. ആ സ്ഥിതി ചെയ്യുന്നിടത്ത് വെള്ളത്തിന്റെ അളവ് കൂടിയതിന്റെ ഭാഗമായിട്ട് ഔട്ട് ബേസ്റ്റ് ഉണ്ടായിട്ട് ഈ വെള്ളം മുഴുവൻ ഒഴുകി താഴേക്ക് ഇറങ്ങി അവിടെയുള്ള കൃഷി സ്ഥലങ്ങളും ഒക്കെ ആൾക്കാരെയൊക്കെ നശിപ്പിച്ചു. വിച്ച് ലെഡ് ടു 6000 ഡെഡ്സ്. 6000 ആൾക്കാരാണ് 2013 ഗ്ലേഷ്യർ ലേക്കിന്റെ ഔട്ട് ബേസ്റ്റിലൂടെ മരിച്ചത്. അത് വാസ് അറ്റ് ദ ഋഷിഗംഗ വാലി. അടുത്തത് നടന്നത് ഋഷിഗംഗ വാലിയിലാണ്. ഓക്കെ, അത് ചമോലി എന്ന് പറയുന്ന സ്ഥലത്ത് ഋഷിഗംഗ വാലിയിലാണ് രണ്ടാമത് ഗ്ലേഷ്യർ ലേക്ക് ഔട്ട് ബ്രേക്ക് നടക്കുന്നത്. അത് 72 പേര് മരിച്ചു. അപ്പൊ 2013-ലും 2021-ലും ഗ്ലേഷ്യർ ലേക്ക് ഔട്ട് ബേസ്റ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു ചരിത്രം പഠിച്ചുകൊണ്ട് ഇപ്പം ഈ ഗവൺമെന്റ് ഇനി വരാൻ പോകുന്ന ജൂലൈയിൽ ഒരു പഠനമൊക്കെ നടത്തിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ മതിയാകൂ എന്നൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ക്ലിയർ? അതാണ് ഈ ന്യൂസ് എന്ന് പറയുന്നത്. പേജ് നമ്പർ 10-നകത്ത് പറഞ്ഞിട്ടുള്ള ന്യൂസാണ്. ക്ലിയർ? അടുത്ത ന്യൂസ് നമുക്ക് നോക്കാം. അടുത്തതും ഒരു എൻവയോൺമെന്റ് ആൻഡ് ഇക്കോസിസ്റ്റമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. ന്യൂസ് ഇതാണ്: ആന്റിലോപ്പ് ലൈക്ക് മാമൽ ഫ്രം ഭൂട്ടാൻ റെക്കോർഡ് അറ്റ് ദ ലോവസ്റ്റ് എലിവേഷൻ വെസ്റ്റേൺ ആസാം. വെസ്റ്റേൺ ആസാമിലെ ഏറ്റവും ഒരു താഴ്ന്ന പ്രദേശത്ത് എന്താ പറയുന്നത്, ഒരു ആന്റിലോപ്പ് ലൈക്ക് മാമൽ, ഒരു ആന്റിലോപ്പിനെ, ഒരു എന്താ പറയുന്ന ഒരു മാനിനെയൊക്കെ പോലെ ഒക്കെ കാണപ്പെടുന്ന ഒരു ജീവിയെ റെക്കോർഡ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഭൂട്ടാനിൽ നിന്നുള്ളതാണ്. അതിനെ നമ്മുടെ വെസ്റ്റേൺ ആസാമില് ഇതിനെ കണ്ടെത്തി എന്നുള്ളതാണ് വാർത്ത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിന്റെ പേരാണ് ദ മെയിൻലാൻഡ് സെറോ, എ മാമൽ ദാറ്റ് ലുക്ക് ലൈക്ക് എ ക്രോസ് ബിറ്റ്വീൻ ഗോട്ട് ആൻഡ് ആന്റിലോപ്പ്. ഒരു ആന്റിലോപ്പിന്റെയും ഒരു ആടിന്റെയും ഒരു ആന്റിലോപ്പിന്റെയും ഒക്കെ ഏകദേശം ഒരു രൂപം വരുന്ന ഒരു ജീവി, ഒരു മാമൽ, ഒരു സസ്തനി. അതിനെ ഭൂട്ടാനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു നാച്ചുറൽ, ആസാമിൽ ഇതിനെ എന്ത് ചെയ്യുന്നു, കണ്ടെത്തി എന്നാണ് പറയുന്നത്. ഓക്കെ, എ ടീം ഓഫ് സയന്റിസ്റ്റ് റെക്കോർഡ് എ ലോൺ മെയിൻലാൻഡ് സെറോ. അതിന്റെ പേരാണ് കാപ്രിക്കോണിസ് സുമാത്രീനിസ് താർ എന്ന് പറയും. അതാണ് അതിന്റെ പേര്, ശാസ്ത്രീയ നാമം. അതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേര് മെയിൻലാൻഡ് സെറോ എന്നാണ് പറയുന്നത്. ദ മെയിൻലാൻഡ് സെറോ എന്ന് പറയുന്ന ഒരു ആനിമലിനെ കണ്ടെത്തി. എവിടെയാണെന്ന് ചോദിച്ചാൽ വെസ്റ്റേൺ ആസാമിലാണ് കണ്ടെത്തിയത്. ഓക്കെ, എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈമോണ നാഷണൽ പാർക്ക്. റൈമോണ നാഷണൽ പാർക്കിലാണ്, വെസ്റ്റേൺ ആസാമിലെ റൈമോണ നാഷണൽ പാർക്കിലാണ് ഈ പറയുന്ന ജീവിയെ. ആ ജീവിയുടെ പേരാണ് ദ മെയിൻലാൻഡ് സെറോ എന്ന് പറയുന്നത്. ഇത് എങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ ഈ പടത്തിനകത്ത് കാണുന്ന പോലെ തന്നെയാണ്. അതായത് ക്ലിയർലി പറയുകയാണെന്നുണ്ടെങ്കിൽ ആടാണോ, ആടിനെ പോലെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ആന്റിലോപ്പിനെയൊക്കെ പോലെ ഇതിന്റെ ഒരു മിക്സഡ് രൂപമാണ് ഈ പറയുന്ന മെയിൻലാൻഡ് സെറോ എന്ന് പറയുന്ന ജീവിക്കുള്ളത്. അതിനെ കണ്ടെത്തി. അത് എവിടെയാണ്? റൈമോണ നാഷണൽ പാർക്ക്. ഓക്കെ, റൈമോണ നാഷണൽ പാർക്കിനകത്താണ് ഈ ഒരു ജീവിയെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്കിനി മനസ്സിലാക്കേണ്ടത്, ഇനി റൈമോണ നാഷണൽ പാർക്ക് എന്താണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. റൈമോണ നാഷണൽ പാർക്ക്. ഓക്കെ, റൈമോണ നാഷണൽ പാർക്ക്, ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസാമാണ്. അപ്പൊ നമുക്ക് റൈമോൺ നാഷണൽ പാർക്കിനെ കുറിച്ച് നോക്കാം. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ആസാം അലോങ് ദ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ. ഇന്ത്യയുടെയും ഭൂട്ടാന്റെയും ബോർഡറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് ഭൂട്ടാൻ ആണെന്നുണ്ടെങ്കിൽ ഇത് ആസാം. ഓക്കെ, ഇതാണ് റൈമോണ നാഷണൽ പാർക്ക്. ഓക്കെ, ഇത് ആസാമുണ്ട്, ബോർഡറാണ്. ഓക്കെ, ആസാമിന്റെ ഭൂട്ടാന്റെ ബോർഡറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇൻഡോ ഭൂട്ടാൻ ബോർഡറിലാണ്, സ്റ്റേറ്റ് ഓഫ് ആസാമിലാണ് ഏത് സ്ഥിതി ചെയ്യുന്ന റൈമോണ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. വെസ്റ്റേൺ പാർക്ക്, ഇതിന്റെ പടിഞ്ഞാറൻ ഭാഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മാർക്ഡ് ബൈ ദ സങ്കോഷ് റിവർ അലോങ് വിത്ത് ദ ഇന്റർസ്റ്റേറ്റ് ബൗണ്ടറി ഓഫ് വെസ്റ്റ് ബംഗാൾ ആൻഡ് ആസാം ഫ്രം ദ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ. ഓക്കെ, ഇതിന്റെ പടിഞ്ഞാറൻ ഭാഗം എന്ന് പറയുന്നത് സങ്കോഷ് റിവർ ആണ്. അപ്പൊ അത് ഓർത്ത് വെക്കുക. റൈമോണ നാഷണൽ പാർക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ഇൻഡോ ഭൂട്ടാൻ ബോർഡറിലായിട്ടാണ് ഈ റൈമോണ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് എന്ന് പറയുന്നത് സങ്കോഷ് റിവർ ആണ്. ഓക്കെ, ഈസ്റ്റേൺ പാർട്ട് ഓഫ് റൈമോണ നാഷണൽ പാർക്ക് ദ സരൽബംഗ റിവർ, ഓൾസോ കാൾഡ് സ്വർണഗംഗ, ഫ്ലോ സൗത്ത്വേർഡ് ഫ്രം സർപാങ് ഡിസ്ട്രിക്ട് ഓഫ് ഭൂട്ടാൻ. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കണ്ട, ഏത് നദിയാണെന്ന് മാത്രം നോക്കുക. സരൽഭംഗ റിവർ എന്ന് പറയുന്ന നദിയാണ് കിഴക്കൻ ഭാഗത്തൂടെ ഒഴുകുന്നത്. അപ്പൊ റൈമോണ നാഷണൽ പാർക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇതാണ് റൈമോണ നാഷണൽ പാർക്ക്. ഓക്കെ, അപ്പൊ സ്ഥിതി ചെയ്യുന്നത് ഇൻഡോ ഭൂട്ടാൻ ബോർഡറിലാണ്. ഇതിന്റെ പടിഞ്ഞാറ് വശം എന്ന് പറയുന്നത് ഏത് നദിയാണ്? സങ്കോഷ് റിവർ ആണ് പടിഞ്ഞാറ് ഭാഗത്ത്.
കിഴക്ക് ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഏത് നദിയാണ്? കിഴക്ക് ഭാഗത്ത് സരൽഭംഗ റിവർ ആണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, ക്ലിയർ. അപ്പൊ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോവാം. അടുത്ത RBI റീജിക്സ് സാർക്ക് കറൻസി സ്വാപ്പ് പ്ലാൻ. ഓക്കെ, ഇതിനകത്ത് RBI ഇതൊരു എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. ഓക്കെ, ഇതിനകത്ത് RBI ഓർഗനൈസ് ചെയ്ത് ഒരു പരിപാടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് കറൻസി സ്വാപ്പ് പ്ലാൻ എന്ന് പറയുന്നത്. അത് സാർക്ക് രാജ്യങ്ങളിലെ കറൻസി സ്വാപ്പ് പ്ലാൻ ആര് പ്ലാൻ ചെയ്യുന്നു? RBI ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. Okay, the Reserve Bank of India (RBI) has decided to put in place a revised framework for currency swap arrangement for SAARC countries for 2024 to 2027. Okay, under this framework, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2024 മുതൽ 2027 വരെയുള്ള കാലഘട്ടത്തിലേക്ക് സാർക്ക് രാജ്യങ്ങളിൽ എന്ത് കൊണ്ടുവരുന്നുണ്ട്? ഈ പറയുന്ന കറൻസി സ്വാപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക് കൊണ്ടുവരുന്നുണ്ട്. അണ്ടർ ദ ഫ്രെയിം വർക്ക് എ സെപ്പറേറ്റ് INR സ്വാപ്പ് വിൻഡോ ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് വേരിയസ് കൺസെഷൻസ് ഫോർ സ്വാപ്പ് സപ്പോർട്ട് ഇന്ത്യൻ റുപ്പി. ഓക്കെ, അപ്പൊ ഇത് നമുക്കിനി മനസ്സിലാക്കേണ്ടത്, അപ്പോൾ കറൻസി സ്വാപ്പ് എന്ന് പറഞ്ഞൊരു സംഗതി കൊണ്ടുവരുന്നുണ്ട് എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്കിനി നോക്കേണ്ടത് എന്താണ് കറൻസി സ്വാപ്പ് എന്നാണ് നോക്കേണ്ടത്. കറൻസി സ്വാപ്പ് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വാപ്പ് മീൻസ് എക്സ്ചേഞ്ച് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, എക്സ്ചേഞ്ച് എന്നാണ് സ്വാപ്പിന്റെ മീനിങ്. അപ്പൊ കറൻസി സ്വാപ്പ് ഈസ് എ ട്രാൻസാക്ഷൻ ഇൻ വിച്ച് ടു പാർട്ടീസ് എക്സ്ചേഞ്ച് ആൻ ഇക്വലന്റ് എമൗണ്ട് ഓഫ് മണി വിച്ച് ഈച്ച് അതർ ബട്ട് ഇൻ ഡിഫറെന്റ് കറൻസീസ്. അപ്പം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രാജ്യങ്ങള് എക്സ്പ്ലെയിൻ ചെയ്യാം. ഉദാഹരണത്തിന് A എന്ന് പറയുന്ന രാജ്യം ഒരിടത്തുണ്ട്, B എന്ന് പറയുന്ന മറ്റൊരു രാജ്യം. ഇപ്പൊ B എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് A ഒരു സാധനം വാങ്ങി. അപ്പം ഇൻ റിട്ടേൺ എന്ത് കൊടുക്കേണ്ടി വരും? ക്യാഷ് കൊടുക്കേണ്ടി വരും, അല്ലെ? ഓക്കെ, ഇപ്പൊ പണ്ടായിരുന്നെങ്കിൽ ഡോളർ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം ഡോളർ എന്ന് പറയുന്നതായിരുന്നു ആഗോള കറൻസി. ഏത് രാജ്യത്തും ഉപയോഗിക്കാൻ പറ്റുന്ന കറൻസി ആയിരുന്നു ഡോളർ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം, ഇന്ത്യയിൽ നമുക്ക് റുപ്പി എന്ന് പറയുന്ന കറൻസി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഈ B എന്ന് പറയുന്ന രാജ്യത്ത് ഉപയോഗിക്കുന്ന കറൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് യൂറോ ആണെന്ന് വിചാരിക്കാം. യൂറോ. അപ്പൊ ബിയിൽ നിന്ന് A ഒരു സാധനം പർച്ചേസ് ചെയ്ത് അപ്പൊ A കറൻസി കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ ഡോളർ ഇല്ല, പക്ഷെ നമ്മൾ ആഗോള കറൻസി ആയിട്ടുള്ള ഡോളർ ആയിരിക്കും, സോറി, നമ്മുടെ കയ്യിൽ യൂറോ ഇല്ല, പകരം നമ്മൾ എന്ത് ചെയ്യും? ആഗോള കറൻസി ആയിട്ടുള്ള ഡോളർ കൊടുക്കുന്നു. അതുപോലെ തന്നെ എയിൽ നിന്ന് B ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് വേണ്ടത് റുപ്പിയാണ്, അവരുടെ ഈ റുപ്പി ഇല്ല, പകരം അവരെന്ത് ചെയ്യും? നമുക്ക് വേണ്ട ഡോളർ തരും. നമുക്ക് വേണ്ട തന്നെ ഡോളർ നമ്മളിവിടെ കൊടുത്തിട്ട് അവരുടെ സാധനം, ഇങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സ് പോലെയാണ് പർച്ചേസ് നടക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഡോളർ എന്ന് പറയുന്നത് ഇപ്പോൾ റുപ്പി ഉണ്ട്, ആവശ്യമില്ല, പ്രയോജനമില്ല. യൂറോ ഉണ്ട്, അതും നമ്മൾ ട്രാൻസാക്ഷനായിട്ട് ഉപയോഗിക്കുന്നില്ല, പകരം ഡോളർ മൂന്നാമതൊരു കറൻസി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ കറൻസി സ്വാപ്പിംഗ് എന്ന് പറയുന്ന രീതി വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മൾക്ക് റുപ്പിയിലാണെന്നുണ്ടെങ്കിൽ റുപ്പിയിൽ നമുക്ക് സാധനം വാങ്ങാൻ പറ്റും, യൂറോ ആണെന്നുണ്ടെങ്കിൽ യൂറോയിൽ നമുക്ക് സാധനം വാങ്ങാൻ പറ്റും. ഇത് ഈ റുപ്പിക്കും അതുപോലെ തന്നെ യൂറോയ്ക്കും ഒരു പർട്ടിക്കുലർ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യും. ഓക്കെ, ഗവൺമെന്റ് ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ഇപ്പം യൂറോ ഉള്ള സ്ഥലത്ത് യൂറോ ഉപയോഗിക്കാം, റുപ്പി ഉള്ള സ്ഥലത്ത് റുപ്പി ഉപയോഗിക്കാം. ഈ ഇതിലേതെങ്കിലും ഒരു കറൻസിയിൽ ട്രാൻസാക്ഷൻ നടത്താനുള്ള ഫെസിലിറ്റി ഒരുക്കുക, അതാണ് കറൻസി സ്വാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ടും ഉപയോഗിക്കാൻ പറ്റത്തില്ല, പകരം ഡോളർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. ആ കറൻസി സ്വാപ്പിംഗ് എന്ന് പറയുന്ന ഒരു രീതി ഇപ്പം RBI കൊണ്ടുവരികയാണ്. അതാണ് പറയുന്നത് ഈ ന്യൂസിനകത്ത് പറഞ്ഞിട്ടുള്ളത്. കറൻസി സ്വാപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ കറൻസി സ്വാപ്പ് ഈസ് എ ട്രാൻസാക്ഷൻ ഇൻ വിച്ച് ടു പാർട്ടീസ് എക്സ്ചേഞ്ച് ആൻ ഇക്വലന്റ് എമൗണ്ട് ഓഫ് മണി വിത്ത് ഈച്ച് അതർ ബട്ട് ഇൻ ഡിഫറെന്റ്. ഇവർ ട്രാൻസ്ഫർ ചെയ്യുന്ന എല്ലാം ഇക്വലന്റ് എമൗണ്ട് ആണ്. ഓക്കെ, ഇക്വലന്റ് എമൗണ്ട് മണിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഏകദേശം ഒരേ മൂല്യമൊക്കെയാണ്, പക്ഷെ രണ്ട് വ്യത്യസ്തമായ കറൻസിയിലായിരിക്കും ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ റുപ്പിയാണുള്ളത്, ഇന്ത്യക്ക് ഒരു സാധനം മേടിക്കണം, അപ്പൊ നമ്മൾ പൈസ കൊടുക്കണം, നമ്മുടെ ഡോളറിന് പകരം നമ്മുടെ ഇന്ത്യൻ റുപ്പി കൊടുക്കുന്നു. അവർക്കും സാധനം വാങ്ങണം, അപ്പൊ അവരുടെ കറൻസി അവർ തരുന്നു. ഓക്കെ, ദ പാർട്ടീസ് ആർ എസെൻഷ്യലി ലോണിങ് ഈച്ച് അതർ മണി ആൻഡ് വിൽ റീപേ ദ എമൗണ്ട്സ് അറ്റ് എ സ്പെസിഫൈഡ് ഡേറ്റ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു
പർട്ടിക്കുലർ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യും. അതനുസരിച്ചായിരിക്കും ഇതിന്റെ ട്രാൻസാക്ഷൻസ് എത്ര ഉണ്ടാവും തീരുമാനിക്കുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. ഡൽഹി ടു ഹോസ്റ്റ് ഗ്ലോബൽ മീറ്റ് ഓൺ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്. റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്ലോബൽ മീറ്റ് ഡൽഹിയിലേക്ക് നടക്കാൻ പോവുകയാണ്. അതാണ് അടുത്ത ന്യൂസ് എന്ന് പറയുന്നത്. The projecting India's plastic recycling industry to grow 6.9 billion by 2033. The All India Plastic Manufacturers Association and the Chemicals and Petrochemicals Association have announced a global conclave on plastics recycling and sustainability. അപ്പോൾ ഗ്ലോബൽ കോൺക്ലേവ് ഒരു ആഗോള തലത്തിലുള്ള ഒരു മീറ്റിംഗ് ആണ് നടക്കാൻ പോകുന്നത് ഓൺ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ്. പ്ലാസ്റ്റിക്കിന്റെ റീസൈക്ലിങ്ങിനെ കുറിച്ച് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു ഗ്ലോബൽ ആഗോള തലത്തിലുള്ള ഒരു കോൺക്ലേവ് ഡൽഹിയിൽ നടക്കാൻ പോവാണ്. ഓക്കെ, ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പങ്കെടുക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പേർട്ടുകളുണ്ട്, അതുപോലെ തന്നെ വിദേശത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഇവര് ഇതിനെ എന്തൊക്കെയാണ് ഈ കോൺക്ലേവിൽ എന്തൊക്കെ സംസാരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറയുന്നത്? വേസ്റ്റ് മാനേജ്മെന്റ്, പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസൈക്ലിങ്ങിനെ കുറിച്ച്, പിന്നെ സസ്റ്റൈനബിലിറ്റി പ്രാക്ടീസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന ഒരു ഗ്ലോബൽ മീറ്റ് ആണ് ഡൽഹിയിൽ വരാൻ പോകുന്നത്. ഗ്ലോബൽ മീറ്റ് ഓൺ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് ഇത് പേജ് നമ്പർ 11 ന്യൂസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം ന്യൂസുകൾ പിക്ക് ചെയ്തിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള മാക്സിമം ന്യൂസ് പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് നാളെ മറ്റൊരു വീഡിയോ എന്ന് പറയുമ്പോൾ വേറെ ദിവസത്തെ ന്യൂസ് പേപ്പർ അനാലിസിസ് നമുക്ക് കാണാം. എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം നമ്മളോട് പറയുക. ഓക്കെ, അതനുസരിച്ച് നമ്മൾ കൂടുതൽ ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പം കൂടുതൽ എല്ലാവരും നന്നായിട്ട് വായിക്കുക, പഠിക്കുക, പത്രം നന്നായിട്ട് റെഫർ ചെയ്ത് പോവുക. കറണ്ട് അഫയേഴ്സ് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. അപ്പം എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പം നമുക്ക്